തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണവുമായി NCP അധ്യക്ഷൻ ശരത് പവാർ. മഹാരാഷ്ട്രയിൽ 160 സീറ്റ് വാഗ്ദാനം ചെയ്ത് രണ്ടുപേർ തന്നെ സമീപിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. വാഗ്ദാനം രാഹുൽ ഗാന്ധിയും താനും നിരസിച്ചെന്നും വെളിപ്പെടുത്തലുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വീണ്ടും ചേരുകയാണ് വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തുകൊണ്ട് ശരത് പവാർ ഇത്രയും നാൾ ഇത് വെളിപ്പെടുത്തിയില്ല എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വോട്ട് ക്രമക്കേട് ആരോപണം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപക പ്രചാരണത്തിന് കോൺഗ്രസ് ഒരുങ്ങുകയാണ്, ഇന്ത്യ സഖ്യം ഒരുങ്ങുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ശരത് പവാർ ഇത്തരത്തിൽ ഒരു ആരോപണം മുന്നോട്ട് വെക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് 160 സീറ്റ് വാഗ്ദാനം ചെയ്ത് രണ്ടുപേർ തന്നെ സമീപിച്ചു എന്നാണ് ശരത് പവാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. ഇത് രാഹുൽ ഗാന്ധിയെ താൻ അറിയിച്ചു എന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ അത്തരത്തിലൊരു ഓഫർ തങ്ങൾ സ്വീകരിച്ചില്ല എന്നാണ് ഇപ്പോൾ ശരത് പവാർ വ്യക്തമാക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത് മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ അങ്ങനെ ഒരു ചോദ്യം ഉയർത്തുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ആ സമയത്ത് ഇത്തരത്തിൽ ആളുകൾ സമീപിച്ചെങ്കിൽ എന്തുകൊണ്ട് അന്നത് ഉയർത്തിയില്ല, അത് വാർത്തയാക്കിയില്ല എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനാഥ്? രണ്ടുപേർ തന്നെ കാണാൻ വന്നു. അവർ പറഞ്ഞത് 160-ലേറെ സീറ്റുകൾ നിങ്ങൾക്ക് പ്രതിപക്ഷത്തിന് തരാം, അതിനുള്ള വഴികൾ ഞങ്ങളുടെ കൈവശമുണ്ട് എന്നതാണ് അവർ പറഞ്ഞത്. ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി തന്നെയാണ് ഈ രണ്ടുപേർ ചൂണ്ടിക്കാട്ടിയത് എന്നതാണ് ശരത് പവാർ പറയുന്നത്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയുടെ മാന്ത്രിക സംഖ്യ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 144 സീറ്റുകൾ വേണം. ആ സാഹചര്യത്തിൽ 160 എന്നത് കഴിയുന്ന അത്രയും സീറ്റുകളാണ്. ഈ വിവരം താൻ രാഹുൽ ഗാന്ധിയും അറിയിച്ചു എന്നത് ശരത് പവാർ പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ച ഈ രണ്ടുപേർക്ക് ഒരുക്കി നൽകുകയും ചെയ്തു. അവിടെ താനും ഉണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയും താനും ഇതെല്ലാം കേട്ടതിന് ശേഷം എടുത്ത തീരുമാനം, ഇത് ഞങ്ങളുടെ വഴിയല്ല, ഈ രീതിയിലല്ല തെരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ടത്, ഇത് ശരിയല്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു എന്നതാണ് ഇരുവരും എടുത്ത തീരുമാനം. അങ്ങനെ ഈ രണ്ടുപേരെ പറഞ്ഞ് അയക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് കണ്ടത് ചരിത്രമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം അമ്പേ പരാജയപ്പെട്ടു പോയി. ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ലഭിക്കാത്ത വിധം വലിയ പരാജയം അവർക്ക് നേരിടേണ്ടി വന്നു. 130-ലേറെ സീറ്റുകൾ ഒറ്റയ്ക്ക് നേടി BJP സഖ്യം അധികാരത്തിലേക്ക്, BJPയും സഖ്യകക്ഷികളും അധികാരത്തിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താനും വിശ്വസിച്ചെങ്കിലും പിന്നീട് തനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ വേറൊരു തരത്തിലാണ് എന്നതാണ് ശരത് പവാർ പറഞ്ഞു വെക്കുന്നത്. ഇതിനോട് ദേവേന്ദ്ര ഫട്നാവിസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, അന്ന് ഈ തെരഞ്ഞെടുപ്പ് നടന്ന് മാസങ്ങൾ ഇത്ര കഴിഞ്ഞു, അന്നൊന്നും ഇതേക്കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല, ആരെങ്കിലും അങ്ങനെ ഒരു തട്ടിപ്പിന് ശ്രമിച്ചെങ്കിൽ എന്തുകൊണ്ട് അന്ന് രേഖാമൂലം എവിടെയും പരാതിപ്പെട്ടില്ല എന്നൊരു ചോദ്യമാണ് ദേവേന്ദ്ര ഫട്നാവിസ് ചോദിക്കുന്നത്. അതുകൊണ്ട് ശരത് പവാറിന്റെ വാദങ്ങൾ ശരിയല്ല, അതൊരു നുണയാണ് എന്ന തരത്തിലാണ് BJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. ഉന്മേഷ്. ശ്രീനാഥ് ചന്ദ്രനാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.